ഹലോ അനീഷ്, ഉറങ്ങാൻ കിടന്നോ? ഞാൻ കിടന്നിന്. അതെയോ? പക്ഷെ ഉറക്കൊന്നും വരുന്നില്ല. എന്തേ? മനസ്സിൽ തേച്ചു അതിന് തന്നെ. പിന്നെ മിഞ്ഞാത്തിലെ അതൊന്നും മറക്കാനേ പറ്റുന്നില്ല. മറക്കാൻ പറ്റാതെ പോലെ തന്നെയല്ലോ അനീഷിന്റെ. ഇന്ന് ഇന്ന് കാർന്നു അനു വെറുതെ ഒന്നും ഇരുന്നിട്ടില്ലല്ലോ. പിന്നെ ഇനിയിപ്പോ അനീഷിന് എനിക്ക് എന്താ പറയണ്ടേ, സ്വാതന്ത്ര്യത്തോടെ ഒന്ന് തൊടുകയും ഇതെല്ലാം ചെയ്തൂടെ? അതുകൊണ്ടാ ഞാൻ പിന്നെ ഒന്നും പറയാൻ. പിന്നെ അനീഷിന്റെ ഭാഗത്തൊന്നും അങ്ങനത്തെ ഇത് എതിർപ്പൊന്നും കണ്ടിട്ടില്ല. എനക്കില്ലേ ഇപ്പോ അനുവിനെ കാണണം തന്നെ തോന്നുന്ന അങ്ങനെ ഒരു ഇതിലുള്ള ഞാൻ. അങ്ങനെ അനീഷിന് കാണുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്നൂടെ? വീട്ടിലങ്ങനെ എപ്പം വരാൻ പറ്റും? അനു കാർന്ന് പോയി ഇത് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാവുക. പിന്നെ ഞാനവിടെ പോവാന്? അനീഷിനെ എപ്പം മേടിക്കും വരാം. അങ്ങനെ വരാനൊന്നും പറ്റൂല, എനിക്ക് പണിക്ക് പോണ്ടേ. അല്ല, അനീഷിനെ കാണണം തോന്നുമ്പോ വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെയൊന്നല്ല. അല്ല, അനീഷ് ഇപ്പം ഗിയർ ഇടാനും പഠിച്ചല്ലോ. അനീഷിന്റെ ഗിയറുള്ള സൂപ്പറാ. അനുവല്ലേ എന്നെ പഠിപ്പിച്ചിന്. ഹോണടിക്കാനും പഠിച്ച് ഗിയർ ഇടാനും പഠിച്ചല്ലേ? അത് കാറിന്റെ പഠിക്കുമ്പോൾ ഞാൻ അനു പറയുന്നു. അതന്നെ. ഞാന് അങ്ങനെ പറയല്ലേ, ഞാനും ഇത്രയും നല്ല ഓണാണെന്ന് ഞാനും അറിയില്ലേനും കേട്ടാ. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നിട്ട് വണ്ടിയിലിരിക്കുമ്പോ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. വണ്ടിയിലിരിക്കുമ്പോ അനീഷിന് പേടിയായിട്ടിരിക്കും, പുറത്തുനിന്ന് ആരെങ്കിലും കാണുമില്ലോ. അല്ല, അങ്ങനെ തോന്നുന്നില്ലോ. അന്ന് വീട്ടിൽ നിന്ന് കണ്ടേരോ ഞാൻ പറയാൻ ഭയങ്കരാന്ന് കേട്ടാ കാണാൻ. അതന്നെയാണ് എന്റെ മനസ്സിലിങ്ങനെ ഉള്ളത്. അനീഷിന് ഇനിയും കാണുന്നില്ലേ? കാണാനുണ്ട്. ഇനിയിപ്പോ വരുവോ? ഇനി അതിന് പറ. രാത്രിയില്ലെങ്കിൽ പകല്? പകല് പണിക്ക് പോണ്ടേ. പണി ഒരു ദിവസം ലീവാക്ക്. ഇതിനെല്ലാം ലീവാക്കിയാലെന്നാ? നേരം പകലും അവിടെ ആരും ആളൊന്നും വരുവും പോകുന്നില്ലല്ലോ. ആരും വരൂല. അനീഷ് അന്ന് കണ്ടതല്ലേ, വീടിനടുത്തൊന്നും ആരും ഇല്ലല്ലോ. അത് പക്ഷെ നല്ല ഇരുട്ടായില്ലേ. അനീഷിന് ഞായറാഴ്ച ലീവായിരിക്കൂലേ? ഞായറാഴ്ച ലീവായിരിക്കും, പക്ഷെ ഞായറാഴ്ച നേരം വീട്ടിൽ എവിടെയെങ്കിലും പോകുമ്പോ അമ്മ ചോദിക്കും ഏടിയാ പോകുന്നു. ഈ അമ്മേന്തിനും ഇതെല്ലാം നോക്കി നിൽക്കുന്നു? ഞായറാഴ്ച ആണുങ്ങളല്ലേ, പുറത്തെല്ലാം പോകാനുണ്ടാവൂലേ? ഞാൻ അങ്ങനെ ചങ്ങായിമാരടുത്തൊന്നും അങ്ങനെ പോക്കില്ല. സ്ഥിരമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് പെട്ടെന്ന് എവിടെയും പോകുമ്പോ അമ്മ ചോദിക്കും എവിടെയാ പോകുന്നു. പുറത്തെല്ലാം ഇറങ്ങി ശീലിക്കണം കേട്ടോ. ഇനി ഇത്രയും വയസ്സായിട്ട് അനീഷിന് മടുപ്പൊന്നുമില്ല വീട്ടില് കുത്തിരിക്കുമ്പോ? ഞാൻ വിചാരിക്കും എല്ലാ ദിവസവും പുറത്തല്ലേ പോകുന്ന പണിക്കായാലും. അപ്പൊ വീട്ടില് കിട്ടുന്ന സമയം വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വിചാരിക്കും. പിന്നെ ചിലപ്പോ ഉറങ്ങിയിട്ടല്ല എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി കേട്ടോ. എനിക്കിപ്പം വേറെ ഒന്നുമില്ല, എനിക്ക് കിട്ടുന്ന സമയല്ല അനുവിന്റെ അടുത്ത് വരണമെന്ന് ഇങ്ങനെ തോന്നും. സമയമുള്ളപ്പോ. അനീഷ് ഫോണ് നോക്കില്ലേ?
ഫോണൊന്നും നോക്കില്ല. ഫോണ് അങ്ങനെയൊന്നും നോക്കില്ല. പിന്നെ ഇത് ഫുൾ ടൈം ഉറക്കന്നെയാ? അങ്ങനെ ഫുൾ ടൈം ഒന്നും ഉറങ്ങില്ല. വീട്ടിലെന്തെങ്കിലും ചെറിയ ചെറിയ എന്തെങ്കിലും പണിയെല്ലാം ഉണ്ടാവും, അങ്ങനെ എല്ലാം നിൽക്കും. പിന്നെ കുറച്ച് സമയം TV കാണും, വാർത്തയെല്ലാം കാണും. അയ്യോ, അനീസ് ഫോണില് എന്തെല്ലാം ഉണ്ട് കാണാനല്ലോ. ഫോണിൽ ഞാൻ ഒരുപാട് സമയമൊന്നും അങ്ങനെ നോക്കലില്ല. നീ നോക്കണം കുറച്ച്. പിന്നെ ഇന്നോ അനുവിന് ഇതന്നെയാണ് മനസ്സിലുള്ള. ഇന്നോ വണ്ടി ഓടിക്കുമ്പോ അല്ല അത് ഇത് ചെയ്യുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ആടിയിടിയല്ലാന്നല്ലോ പിടിച്ച് കാണിച്ചിരുന്നു. അങ്ങനെ ഓടിക്കും ഇങ്ങനെ ഓടിക്കുന്നു പറഞ്ഞിട്ട്. അത് പിന്നെ ഞാനെന്താ ചെയ്യണ്ടേ? അല്ല, അനീഷിനോടല്ലേ എനക്ക് ഇങ്ങനെ പറയാൻ പറ്റൂ? എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ എനക്ക് കാറുന്നില്ല. എനക്ക് അനു പറയുമ്പോൾ എനക്ക് അങ്ങനെ ചെയ്യുമ്പോ ഒരു പേടി തോന്നും. വണ്ടി ഓടിക്കുമ്പോ അന്നേരം അരുവിനെ എനക്ക് വേറെ ആരുമായിട്ട് തോന്നുന്നു, അതുകൊണ്ടാണ്. അനീഷിനെ എന്റെ കൈക്കും പിടിക്കുക, അങ്ങനെയല്ല തൊടുകയും പിടിക്കുക, ഒന്നുമില്ല, മോശമൊന്നുമില്ല. അല്ല, വണ്ടി പഠിപ്പിക്കുമ്പോ എനക്ക് മിഞ്ഞാത്തിൽ കണ്ട അനുവിനെ പോലെ തോന്നൂല, എനക്ക് വേറെ ആരുമായിട്ട് തോന്നും. അതാണ് വേറൊരു പ്രശ്നം. അതെന്താ, അതിന് മാറുന്നുണ്ടോ? നേരം മാറുന്നുണ്ടോ എന്നല്ല, എന്റെ മനസ്സിൽ നേരം ഇങ്ങനെ മാറിപ്പോന്നു. അത് പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് കാണുന്ന അങ്ങനെ എന്തോ പോലൊരു ഇത് തോന്നും. പിന്നെ ആടുന്ന് ഞാൻ ഇങ്ങും വന്നാലാണ് എന്തല്ലോ ഒരു അങ്ങനെ ഇങ്ങോട്ട് ചെയ്തിട്ട് അങ്ങോട്ടോ അങ്ങനെ ചെയ്തുകൂടെയെന്നെല്ലാം തോന്നും. ഒന്നും പറയുന്നില്ലല്ലോ. ഞാനൊന്നും പറയൂല, അനീഷിന് ഇഷ്ടം പോലെ ചെയ്യാം. അനീഷ് അതിലൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോ എനക്കെന്തോ പോലെ. അനീഷിന് ഞാനൊന്ന് തൊടുമ്പോ അന്നെ ഒന്ന് ഇങ്ങനെ അടുത്തിരുന്ന് തൊട്ടൂടെ? ഞാൻ അടുത്ത് കിട്ടിയാൽ ഞാൻ ഓണടിക്കുകയും ചെയ്യും കേട്ടോ. അതൊക്കെ അങ്ങനെ തന്നെയാ വേണ്ടേ. ഞാൻ ഇനി അങ്ങനെ വിചാരിച്ചിട്ട് വരുവോ? വിചാരം ഉണ്ട്, എന്നിട്ട് പിന്നെ അത് ചെയ്യാതെ അതല്ലേ. അന്നേരം ഒരു കൈക്കൊരു പറയലെല്ലാം വരും. വിചാരിക്കും ചിലപ്പോ നേരം എന്തെല്ലാം ഒരു ചമ്മലാകുമ്പോ പേടിയായിരുന്നല്ലോ വരും. അല്ല, നമുക്ക് പിന്നെ നാളെ ഇങ്ങനെ കാറിലൊന്ന് കറങ്ങിയാലോ? എവിടാ? വെറുതെ ഒരു കറക്കോ? അനീഷ് വരുമോ? നേരം ഞാൻ പണിക്ക് പോകണ്ടാന്ന് നേരം പോകൂലേ? നേരൊന്നും ഇല്ല അനീഷിന്റെ ഒരു പണി. ഒന്ന് ലീവ് എടുത്തൂടെ? അധികം ലീവ് എടുത്താലും മേസറി പറയൂ, മേസറി കലമ്പൂലേ? ഏത് മേസ്ത്രി? അതൊന്നും സാരമില്ല. നാളെ പിന്നെ ലീവാന്ന് അനീഷ് വിളിച്ചു പറ. ലീവാന്ന് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് പിന്നെ വീട്ടിൽ പോകാനും പണീന്റെ സമയത്തേ പോകാൻ പറ്റൂ. അല്ലെ അമ്മക്ക് മനസ്സിലാവുമ്പോ ലീവാക്കിന്ന്. അതെ, അതുവരെ നമുക്കൊന്ന് കറങ്ങിയാലോ? എങ്ങനെ കാറിൽ തന്നെ കറങ്ങുവോ? അല്ല, കാറിൽ മാത്രല്ല. പിന്നെ എവിടെയാ പോവാ? എവിടെയാ പോവാ? നമുക്ക് പുറത്ത് റൂം എടുത്താലോ? പുറത്ത് റൂം എടുക്കാൻ ആന്നും വേണ്ട പോവും. ആരെങ്കിലും അറിയുന്ന ആള് കണ്ടാലോ? അടുത്തൊന്നും എടുക്കണ്ട, നമുക്ക് കുറച്ച് ദൂരെ പോകും. അല്ല, എന്നാ പിന്നെ അനുവിന്റെ വീട്ടിൽ തന്നെ പോയാ പോരെ? അല്ല, പകല് അനീഷിന് പേടിയില്ലേ വീട്ടിൽ വരെ? കുറച്ച് ദൂരെ പോയാലും വൈകുന്നേരം ആകുമ്പോ എത്തണ്ടേ? അതെല്ലാം എത്തും.
അനീഷ് പെണ്ണുങ്ങളൊന്നുമല്ലല്ലോ. ഇല്ല, എന്നാലും ഞാൻ ഇതുവരെ അങ്ങനെ ഒറ്റക്ക് റൂം എടുത്തിട്ടൊന്നും നിന്നിട്ടില്ല. ആ പണ്ട് ചങ്ങായിമാർക്കരോ ഒരു സ്ഥലത്ത് ടൂറ് പോയാരോ എല്ലാരും കൂടിയിട്ട് റൂം എടുത്തു നിന്നു. ആ ഇതാ ഞാനില്ലേ. ഒന്ന് നമുക്ക് കരഞ്ഞി ഒരു റൂമെല്ലാം എടുത്ത് വൈകുന്നേരം ഞാൻ അടുത്തന്നെ എത്തിക്കും അനീഷിനെ. ഇപ്പൊ നാളെയാ അന്നേരം ഇത് ഡ്രൈവിങ് കഴിഞ്ഞിട്ട് പാട് പോവുക. ആ അങ്ങനെ പഠിച്ചോ, നമുക്ക് അനീഷിനെ പഠിപ്പിക്കുന്നില്ലേ, അങ്ങനെ തന്നെ അങ്ങ് പോകാം. ഒരാള് ശരിക്കും പഠിക്കുന്നത് ഞാൻ വിചാരിക്കും. ഞാൻ നോക്കട്ടെ. മുണ്ടെടുക്കണേ, മുണ്ടെടുത്തു. എന്താ കൊടുക്കണ്ടേ? ഞാനോ ഇപ്പൊ അന്നിട്ട് പോലത്തെ ഒന്നും ഇടാൻ കഴിയില്ലല്ലോ. അതൊന്നും ഇടാൻ പറ്റൂല. എന്നാ ഒരു കാര്യം ചെയ്യും, അതിന് നല്ലൊരു ചൂരിദാർ ഇട്ടോ. ചുരിദാറിന്റെ അനീഷിന് ഏത് ഡ്രസ്സാ ഇഷ്ടം വെച്ചാൽ അതിടുന്നു. ചുരിദാർ ഇല്ല ഉണ്ടോ? ചുരിദാറിലുണ്ട്, അതിന് വാങ്ങും. എന്നാ നല്ലൊരു റോസ് കളർ പോലത്തെ കിട്ടോ. അനീഷ് നല്ലതിടണേ, നല്ല ഷർട്ടും. ദൂരെ പോകുമ്പോ നല്ല ഇടും. ഞാൻ രാവിലെ പണിക്ക് പോകുന്ന പോലത്തെ ഇട്ടിട്ടില്ലായിരുന്നു. മുണ്ടില്ലേ അന്നേത്തെ? മുണ്ടതേ ഉള്ളൂ. എന്നാല് പിന്നെ അനീഷ് ഉറങ്ങിക്കോ. രാവിലെ റെഡി ആയിട്ട് വരണേ.